മനസ്സുറപ്പിക്കാൻ പറ്റുന്നില്ല. അതാ പ്രശ്നം. ഇവിടെ ചെലവഴിക്കുന്ന 8.5 മണിക്കൂർ ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ കഴിയോ പാറു? ജോലിക്ക് തടസ്സം വരാത്ത രീതിയിൽ സ്വന്തം കാര്യങ്ങളും ആലോചിക്കാം, ചെയ്യാം, സംസാരിക്കാം. പറ പാറു, ഗന്ധർവൻ നിന്നോട് വെള്ള ഹാഫ് സാരി കൊടുത്തോണ്ട് വരാൻ പറഞ്ഞിരുന്നോ? പാറു പറയ. പറഞ്ഞിരുന്നു. ചോദിച്ചതിന് മറുപടി കിട്ടിയില്ലേ? ഇനിയെങ്കിലും എന്നെ എന്റെ ജോലി ചെയ്യാൻ അനുവദിക്കേ. അല്ല, ആ ലെറ്ററിൽ വേറെന്തൊക്കെയാ എഴുതിയിരുന്നേ? പറ പാറു, വേറെന്തൊക്കെയാ അയാൾ അതിനകത്ത് എഴുതിയിരുന്നേ? അവൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? പാർവതിയുടെയും ഗന്ധർവന്റെയും കാര്യത്തിൽ ഇവൻ എന്തിനാ ഇത്രയധികം താല്പര്യം കാണിക്കുന്നത്? പാറു, ദയവ് ഇതൊന്ന് പറയാ. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ട അത് മതി. നീ ആരെയും നോക്കുന്നേ? നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കരുണാകരൻ സാർ കണ്ട പ്രിയൻ ചേട്ടനെ കരുണാകരൻ സാർ ഒന്നും പറയില്ല. വഴക്ക് മുഴുവൻ എനിക്കാ കിട്ടുക. ദയവ് ചെയ്ത് ഇവിടെ നിന്നൊന്ന് പോ. കരുണാകരൻ സാറിനോട് ഞാൻ പറഞ്ഞോളാം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് പോകുമ്പോ ഞാൻ നിന്റെ കൂടെ വരാൻ പാറു. ആ ലെറ്റർ എനിക്കൊന്ന് തരുമോ? പ്രിയൻ ചേട്ടനോടുള്ള എല്ലാ ബഹുമാനവും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. ഗന്ധർവൻ എനിക്ക് എഴുത്തയക്കുന്നത് എന്നോട് ഗന്ധർവന് എന്തോ പറയാനുള്ളത് കൊണ്ടാ. അത് ഞാനും ഗന്ധർവനും തമ്മിലുള്ള സ്വകാര്യം. പ്രിയൻ ചേട്ടൻ അത് അറിയാൻ ശ്രമിക്കുന്നത് മര്യാദകേടാ. എനിക്കറിയാൻ പാറു, ഞാൻ ആരുടെയും സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറാറില്ല. പാറുവിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പറ പാറു. പാറു, ഞങ്ങളുടെ കാര്യത്തില് ഇയാൾ എന്തിനാ അനാവശ്യമായിട്ട് തലയിടുന്നല്ലേ നീ ഇപ്പം മനസ്സിൽ ചോദിക്കുന്നത്? ഈ ചോദ്യം നീ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചാലും എനിക്ക് പറയാനൊരു മറുപടിയുണ്ട്. നിന്റെ നല്ലതിനു വേണ്ടിയാ പാറു, നിന്റെ നല്ലതിനു വേണ്ടിയാ ഞാൻ ഈ ചോദിക്കുന്നത്. പാറു, പ്ലീസ്.